പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം ഹാളിലേക്ക് വരുന്നുണ്ട്. അന്നേരം വേദ ലാപ്ടോപ്പ് തിരിച്ചും മറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദേ, എന്താ ലാപ്ടോപ്പിന് വല്ല പ്രശ്നമുണ്ടോ, നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദ വിക്രമിനെ ഒന്ന് നോക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അത് കണ്ട് വിക്രം വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദേ, നിൻ്റെ ലാപ്ടോപ്പിന് വല്ല കുഴപ്പമുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്, പതിവില്ലാതെ നീ എന്താ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ലാപ്ടോപ്പിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ചാർജ് കയറുന്നില്ല, ഞാൻ കുറേ നേരമായി നോക്കുന്നു, ശരിയാക്കാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ ആരെയും കിട്ടത്തുമില്ല ഇത് നേരാക്കാൻ, സമയം എത്രയായില്ലേ, രാത്രിയായില്ലേ. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ആ ശരിയാണ്, രാത്രിയായി, ഇനിയിപ്പോൾ ആരും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് വിക്രം ശ്രദ്ധിക്കുന്നത് ലാപ്ടോപ്പിൽ കുത്തിവെച്ച ചാർജർ അതിന് സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. വേദ സ്വിച്ച് ഓൺ ചെയ്യാതെയാണ് ലാപ്ടോപ്പിൽ ചാർജ് കയറുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട വിക്രമിന് ചിരി വരുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, വേദേ, ലാപ്ടോപ്പ് ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരാം, നീ എന്തായാലും ഒരു പുറത്തുനിന്നും ഒരാളെ വിളിച്ച് ലാപ്ടോപ്പ് ശരിയാക്കുകയാണെങ്കിൽ അതിന് ക്യാഷ് കൊടുക്കണ്ടേ, ആ ക്യാഷ് എനിക്ക് തന്നാൽ മതി, എന്നാൽ ഞാനിത് ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വേദ പുച്ഛിക്കുന്നുണ്ട്, ഓ നിനക്ക് ഇതൊക്കെ ശരിയാക്കാൻ അറിയോ, എന്തിനാ വെറുതെ ഇങ്ങനെ വായിൽ തോന്നിയതെല്ലാം വിളിച്ച് പറയുന്നത്, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ ശരിയാക്കി തരാം, നീയൊന്നും ശ്രമിച്ചു നോക്ക്, എന്തായാലും എത്ര രൂപ തരാൻ പറ്റും എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു 500 രൂപ തരാം, എന്തായാലും നീ ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ല, എൻ്റെ ലാപ്ടോപ്പിൽ ടച്ച് ചെയ്യാതെ എങ്ങനെ ശരിയാക്കുമെന്ന് പറ. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ശരി, ഞാൻ ലാപ്ടോപ്പിൽ ടച്ച് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ വിക്രം വേദയുടെ ബാക്കിലൂടെ പോയി സ്വിച്ച് ഓൺ ചെയ്യാണ്. പെട്ടെന്ന് ലാപ്ടോപ്പ് ഓൺ ആവുന്നുണ്ട്. ഇത് കണ്ടതും വേദയ്ക്ക് സന്തോഷമാവുകയാണ്. പെട്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു പിശകുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് ടച്ച് ചെയ്യാതെ ഇതെങ്ങനെ ശരിയാക്കി എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് വേദ തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴാണ് സ്വിച്ച് ഇതുവരെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നത്. അത് കണ്ടതും വേദ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, സ്വിച്ച് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ, നീയല്ലേ ഓൺ ചെയ്തത്. ഇത് കേട്ടതും വിക്രം ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, എൻ്റെ 500 രൂപ താ, നീ തരാമെന്ന് പറഞ്ഞതല്ലേ. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എന്തിനാ വിക്രം ഇങ്ങനെ പറ്റിക്കുന്നത്, നിനക്ക് പറയാമായിരുന്നല്ലോ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല എന്ന്, ഇത് പറയാതെ 500 രൂപയ്ക്ക് ചോദിക്കുന്നോ. അപ്പോഴേക്കും പുറത്തു നിന്നും ഒരു ബഹളം കേൾക്കുകയാണ്. രണ്ടുപേരും ചെന്ന് ഡോർ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോഴാണ് വിക്രമിൻ്റെ ഫ്രണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രമിൻ്റെ ഫ്രണ്ട് മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, ദേ കണ്ടോ വിക്രം, മദ്യപിച്ചിരിക്കുകയാണ്, ഇദ്ദേഹത്തോട് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കരുത് എന്ന്, പക്ഷെ അനുസരിക്കില്ല. ഇത് കണ്ടതും വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറഞ്ഞു, ദേ ഇവന് ഈ ശീലവുമുണ്ടോ, എനിക്കറിയില്ലായിരുന്നല്ലോ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ, നിങ്ങൾക്ക് പലതും അറിയില്ലല്ലോ, എന്തായാലും ഇങ്ങനെ മദ്യപിച്ച് വരുവാണെങ്കിൽ നിനക്ക് അവനിട്ട് 4 കൊടുത്തൂടെ, മദ്യപിക്കുന്ന ഭർത്താവിനെ അടിച്ചാലും ഭാര്യ അടിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് വേദ പറയുകയാണ്. ഇത് കേട്ട് ഫ്രണ്ടിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അതെ മാഡം, ഞാൻ ഒരുപാട് അടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ കൈ പൊങ്ങത്തില്ല, പക്ഷേ അതിലും കടുപ്പമുള്ളൊരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്, ചട്ടുകം പഴുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ബാക്കിൽ വെക്കും. ഇത് കേട്ടതും വിക്രമും വേദയും ഞെട്ടുന്നുണ്ട്. എന്ത്, നീ പറഞ്ഞത് ശരിയാണോ, നീ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ, നീ സത്യമാണോ പറയുന്നത് എന്ന് വേദയും വിക്രമും ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ്. ഇത് കേട്ടതും അവർ പറയുന്നുണ്ട്, ഞാൻ സത്യമാണ് പറയുന്നത്, 1ഉം 2ഉം തവണയല്ല, പല തവണ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു മുറിവ് മാറുന്നത് വരെ അദ്ദേഹം മദ്യപിക്കില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ഉത്സവമോ വിശേഷമോ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ വീട്ടിലേക്ക് വരുന്നത് 4 കാലിലായിരിക്കും. അപ്പോൾ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം മറന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്നും ഇതാണ് സംഭവിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അതിന് ഒരു വിദ്യയുണ്ട്, പിന്നെ നീ ഇനി മദ്യപിച്ച് വന്നാൽ അവനോട് പറയണം നീ നിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന്. അപ്പോൾ നിന്നോട് അവനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈ മദ്യപാനം നിർത്തി നിന്നോടൊപ്പം സുഖമായി അവൻ ജീവിക്കും. ഇത് കേട്ടതും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, വിക്രം നീ പറയുന്നത് നല്ലൊരു ഐഡിയ ആണ്, എന്തായാലും ഇതിന് ഞാൻ ഇനി നാളെ അദ്ദേഹത്തോട് പറഞ്ഞോളാം, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇനി മദ്യപിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതിനുശേഷം വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഓഹോ, ഇങ്ങനെ ഉപദേശിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, അതും നല്ല നല്ല ഉപദേശങ്ങളാണല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. ഓ, ഇത് കേട്ട് വിക്രം അങ്ങ് പൊങ്ങുകയാണ്, വളരെ അഭിമാനം തോന്നുവാണ്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, ആ, നിനക്കറിയില്ലേ ഞാൻ നല്ല ഉപദേശമല്ലേ കൊടുത്തത്, അവൻ നന്നാവും എന്ന് പറയുവാണ്. ഇത് കേട്ടതും വേദ പെട്ടെന്ന് തന്നെ അകത്ത് കയറി ഡോർ അങ്ങ് ലോക്ക് ചെയ്യാണ്. ഉടനെ വിക്രം ഡോറ് തട്ടിക്കൊണ്ട് വിളിക്കുന്നുണ്ട്, വേദ വേദ, ഡോറ് തുറക്ക്, ദേ ഞാൻ ഇവിടെ പുറത്ത് കിടക്കണോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് വേദേ, നീ എന്താണ് ഈ ചെയ്യുന്നത്, പെട്ടെന്ന് ഡോറ് തുറക്കെന്ന് പറയുന്നു. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ടെങ്കിലേ അവിടെ പുറത്ത് ഉറങ്ങ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും വിക്രം അവിടെ ചെയറിലങ്ങി ഇരിക്കുകയാണ്. എന്നിട്ട് മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ ഇന്നത്തെ ഉറക്കം ഇവിടെ തറയിൽ കിടന്നാണല്ലേ. നേരം വെളുത്തതും വേദയും നാട്ടിലേക്ക് പോവാനായി ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്ക് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വിക്രം വേദയെ നോക്കുന്നുണ്ട്, വേദയും വിക്രമിനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് രണ്ടുപേരും ഒരേ സമയം കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ഇതേ സമയം വേദയ്ക്കും വിക്രമിനും വല്ലാതാവുന്നുണ്ട്, എങ്കിലും അത് മറച്ചു പിടിക്കുന്നുണ്ട് വേദ. പെട്ടെന്ന് രണ്ടുപേരും ഒരേ സമയം മൊബൈലിൻ്റെ ചാർജർ എടുക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴേക്കും ദേഹത്ത് തട്ടുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കുന്നു. പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, വേദ നീ ഒരു കാര്യം മറന്നു. അത് കേട്ടതും വേദ എന്താണെന്ന് ചോദിക്കുകയാണ്. ദേ, നിൻ്റെ പേഴ്സ് ഇരിക്കുന്നത് കണ്ടില്ലേ, അതിൽ നിൻ്റെ പണം മാത്രമല്ല ID കാർഡും മറ്റുള്ള എല്ലാ സംഭവങ്ങളും അതിലല്ലേ, നീ എന്താ ഇത്ര സൂക്ഷിക്കാതിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴാണ് വേദ അത് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ കബോർഡിൽ നിന്നും അതെടുത്ത് ബാഗിലേക്ക് വെക്കുന്നുണ്ട്. വേദ വീണ്ടും വിക്രമിനോട് പറയുന്നുണ്ട്, ശരി, നമുക്ക് തിരിച്ചു പോകാൻ വണ്ടി ഏൽപ്പിക്കണ്ടേ, നമ്മുടെ ആ ഡ്രൈവർ, നമ്മളോടൊപ്പം വന്ന ഡ്രൈവർ ഇവിടെ ഉണ്ടല്ലോ, ആ നമ്പർ പറയൂ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ വേദ വിക്രം കളിയാക്കുന്നുണ്ട്. ഓഹോ, ഇത്രയും ദിവസം ആ ഡ്രൈവറുടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണോ നിൻ്റെ വിചാരം, അദ്ദേഹം അപ്പോഴേ നമ്മളിവിടെ ഇറക്കി വിട്ടതും പോയി. ഇത് കേട്ടൊന്നും വേദ ദേഷ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നീ ആദ്യമേ പറയേണ്ടതായിരുന്നു, അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യില്ലായിരുന്നോ, ഒരു വാഹനത്തിന് ബുക്ക് ചെയ്യില്ലായിരുന്നോ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, നീ പൊട്ടിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഒരുമിച്ച് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് നിനക്കറിയാമല്ലോ, ഞാൻ ഫ്രണ്ടിലിരിക്കുമ്പോൾ എന്നോടൊപ്പം വന്ന് ഫ്രണ്ടിലിരിക്കും, ബാക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ ബാക്കിലേക്ക് വരും, ഇനി പോകുന്ന സമയത്ത് ഇങ്ങനെ വല്ല അടവും എടുത്താൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ആഹാ, ഇത് നന്നായി, നീ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഞാൻ നിൻ്റെ വണ്ടിയിൽ കയറി വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ഞാൻ വിളിച്ച വണ്ടിയിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനെനിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നീ ഓസിക്ക് വന്നു, തിരിച്ചു പോകുന്ന സമയത്തും അങ്ങനെ പോകാമെന്ന് നീ വിചാരിക്കണ്ട. ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, ഓഹോ, അങ്ങനെയാണോ, നീ പറ, എത്ര രൂപ ചിലവായി, പറ, ഞാനത് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം, നിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് താ എന്ന് പറയുമ്പോൾ വിക്രം ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ആ പണത്തിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ ചോദിച്ചപ്പോഴല്ലേ നീ തരാമെന്ന് പറഞ്ഞത്, എന്തായാലും ഞാൻ ആ ക്യാഷ് വല്ല ഉണ്ടികയിലും ഇട്ടുമെന്നങ്ങ് വിചാരിച്ചോളാം. അപ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ നീ വിചാരിക്കേണ്ട, നിൻ്റെ പണം ഞാൻ തന്നേക്കാം, എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്ന് വേദ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു 5000 രൂപയുണ്ട്, അത് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പേഴ്സ് എടുത്ത് തുറന്നു നോക്കുവാണ്. അപ്പോൾ വിക്രം ചിരിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ 5000 രൂപയുണ്ട് പോലും, അതിലൊരു 1200 രൂപയുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുവാണ്. വേദ പറയുന്നുണ്ട്, ആഹാ, അപ്പോൾ നീ എൻ്റെ പേഴ്സ് എടുത്ത് തുറന്നു നോക്കിയല്ലേ, നിന്നോട് ആര് പറഞ്ഞു എൻ്റെ പേഴ്സ് എടുക്കാൻ. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, നിൻ്റെ പേഴ്സ് ഞാൻ എടുത്തിട്ടില്ല, അത് ഈ ഒരു പേഴ്സ് ഇവിടെ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു, അത് ആരുടേതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ തുറന്നു നോക്കിയതാണ്, അപ്പോഴാണ് അതിൽ പണം കണ്ടത്, പിന്നീടാണ് നിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിലുള്ളത്, അത് കണ്ടപ്പോഴാണ് നിൻ്റെ പേഴ്സാണെന്ന് ഞാൻ അറിഞ്ഞത്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരുടെയും പേഴ്സ് ചെക്ക് ചെയ്തിട്ടില്ല. നീ അതിൽ പണം മുഴുവനും ഇല്ലേ എന്ന് നോക്ക്, പിന്നീട് നീ അതിൽ നിന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കരുത്, ഞാൻ ആരുടെയും പണം എടുക്കാറില്ല. ഇത് കേട്ടതും വിക്രം വേദ പറയുന്നുണ്ട്, ഇനി നീ അതുകൂടിയേ ചെയ്യാനുള്ളൂ. കേട്ടതും വിക്രം പറയുന്നുണ്ട്, അല്ല, ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ മേൽ പഴി പറയുന്നത് നിന്റെ ഒരു ശീലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും വേദ ബെഡിലിരുന്ന തൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് നീ പോകുന്നത്, അതെന്താ നിന്നെ നോക്കിക്കൊണ്ട് ഞാനിവിടെ ഇരിക്കണമെന്നാണോ നീ പറയുന്നത്, നമ്മൾ പോവല്ലേ, പോവാൻ വേണ്ടിയാണ്, വണ്ടി വരുമല്ലോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് വേദ പറയുന്നുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, വാഹനം ഇപ്പം തന്നെ വരത്തില്ല,
കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ. നീ ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങണ്ട. അവിടെ ജനങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നീ എല്ലാവരോടും കൈകൂപ്പിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാറ് വരട്ടെ, വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. എന്തായാലും ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട് എന്ന് വിക്രം പറയുമ്പോൾ എന്തിനെ എന്ന് വേദ ചോദിക്കുകയാണ്. ഉടനെ വിക്രം പറയുന്നുണ്ട്, അല്ല ഇവിടെ ഉള്ളവരെല്ലാം നിന്നെ വന്ന് ക്ഷണിച്ചപ്പോൾ നീ വന്നല്ലോ, ഉത്സവത്തിൽ പങ്കെടുത്തല്ലോ. ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം നിനക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് നീ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നത് വരെ നീ ഇവിടെ ക്ഷമയോടുകൂടി നിന്നില്ലേ, അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതിന് ഒരിക്കലും വരത്തില്ലായിരുന്നു. എന്തായാലും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ വലിയൊരു പ്രശ്നം ഇനി ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ നിന്നത്. പിന്നെ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. അന്ന് രാത്രിയിൽ ഞാൻ നിന്നെ എത്രമാത്രം വെറുക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എൻ്റെ വഴിയിൽ നീ വരരുത്. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒരിക്കലും കടന്നു കയറി വരരുത്. അതാണ് നീ എനിക്ക് ചെയ്യേണ്ട ഒരു വലിയ ഹെൽപ്പ്. എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട് വേദേ. നീ എന്നോട് പുറത്തു തന്നില്ലെങ്കിലും എൻ്റെ മരണം വരെ ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കും, നിൻ്റെ കാലിൽ വീണുകൊണ്ടേയിരിക്കും. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, നീ എത്ര പറഞ്ഞാലും നന്നാവില്ല അല്ലേ? നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാം വേസ്റ്റ് എന്ന് പറയുകയാണ്. ഇത് കേട്ടതും വിക്രം ചിരിക്കുന്നു, താങ്ക്സ് എന്ന് പറയുന്നു. അപ്പോൾ വേദ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ നാളമില്ലേ വിക്രം? അപ്പോഴേക്കും പുറത്തു നിന്നൊരു ഹോണടി കേൾക്കുന്നു. വിക്രം പറയുന്നുണ്ട്, ദേ വണ്ടി വന്നു, എനിക്ക് കേൾക്കാം, എനിക്ക് ചെവി കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. വിക്രമം ബാഗ് എടുത്ത് പിറകെ ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് വേദ തൻ്റെ ബാഗ് എടുത്ത് കാറിലേക്ക് കയറുന്നു. ആ വണ്ടിയിൽ അങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് വേദ വിക്രമിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. വിക്രം കൈ വീശി കാണിക്കുന്നു. താങ്ക്സ് വേദ എന്ന് വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം വിക്രമിൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രമിനോട് പറയുന്നുണ്ട്, ദേ വിക്രം, ലാസ്റ്റ് നിമിഷത്തിൽ വേദ നിന്നോടുള്ള ദേഷ്യമെല്ലാം മറന്ന് വേദ പോകുന്ന വണ്ടിയിൽ വാ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെയും കയറ്റിക്കൊണ്ടു പോകുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലല്ലോ. എന്തു പറ്റി വിക്രം? എന്താ നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യം വരാൻ കാരണമെന്ന് വിക്രമിനോട് അവൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. കേട്ട് വിക്രം പറയുന്നുണ്ട്, അതൊക്കെ പോട്ടടാ, ഞാൻ അവളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയാണെന്ന് ഞാൻ കരുതിക്കോളാം. എന്തായാലും നിങ്ങളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. വേദയോടൊപ്പം ഇത്രയും കുറച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടാവാൻ കാരണം നിങ്ങൾ കൂടിയാണ്. നിങ്ങളാണ് അതിനുള്ള അവസരങ്ങളെല്ലാം എനിക്ക് നൽകിയത്. എന്തായാലും നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ടതും അവർ പറയുന്നുണ്ട്, എന്തിനാടാ ഞങ്ങളോട് നന്ദി പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും പോയാലും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വിക്രമിന് പോവാനുള്ള കാറ് വരുന്നുണ്ട്. അതിൽ കയറി വിക്രം പോകുന്നു. വീട്ടിലെത്തിയതും വേദ ഓടി അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിജി മോളുടെ അടുത്ത് ഇരിക്കുകയാണ്. മോൾക്ക് നന്നായി പനിക്കുന്നുണ്ട്. മോളെ തൊട്ട് നോക്കുന്നുണ്ട്. ഉടനെ തന്നെ വേദ അകത്തേക്ക് കയറി ഓടി മോളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് വിജിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മോൾക്ക്? നല്ല പനിയുണ്ടോ? ഡോക്ടറെ കാണിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, ഇന്നലെ രാത്രിക്കാണ് തുടങ്ങിയത്, കുറച്ച് ഭേദമുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും പനിക്കുന്നുണ്ട് വേദേ. മോൾക്ക് നല്ല വിഷമമുണ്ട്. 4 ദിവസം നിന്നെ കാണാതിരുന്നത് കൊണ്ടായിരിക്കാം മോൾക്ക് ഇങ്ങനെ പനി വന്നതെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ശരിയായിരിക്കാം, ഞാൻ നാട്ടിലേക്ക് പോകാൻ പാടില്ലായിരുന്നു ഉത്സവത്തിൽ പങ്കെടുക്കാനായി, അതുകൊണ്ടായിരിക്കും മോൾക്ക് ഇങ്ങനെ വിഷമത്തോടു കൂടി പനി വന്നത്. അല്പസമയം കഴിഞ്ഞതും വേദ വീട്ടിലേക്ക് ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് വിജിയോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് പനി എപ്പോഴാണ് തുടങ്ങിയത്? ഹൈദരാബാദിൽ നിന്നും വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് മോൾക്ക് കുറച്ച് വിഷമങ്ങൾ തോന്നിയിരുന്നു, നാട്ടിലെത്തിയതിന് ശേഷമാണ് തുടങ്ങിയതെന്ന് പറയുന്നു. ഇത് കേട്ടതും ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഇത് സാധാ ഒരു പനിയല്ല എന്ന് തോന്നുന്നു, ഇടവിട്ട് പനിക്കുന്നുണ്ടല്ലോ, എന്തായാലും ഞാൻ കുറച്ച് ടാബ്ലറ്റ് എഴുതി തരാം, പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, മോളെ ഈ അവസ്ഥയിൽ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും? അതിന് കുഴപ്പമില്ല, ഇവിടെ വന്ന് ബ്ലഡ് എടുത്ത് കൊണ്ടുപോകാനുള്ള അറേഞ്ച് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുകയാണ്.
ബ്ലഡ് ടെസ്റ്റ് കിട്ടിയാൽ ഉടനെ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതിനിടയിൽ മോൾ എന്തോ പറയുന്നത് പോലെ വേദയ്ക്ക് തോന്നുന്നുണ്ട്. വേദ പതിയെ ബെഡിലിരുന്നു കൊണ്ട് സുഡറിൻ്റെ അടുത്ത് ചെന്ന് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും സുഡർ സിംബ സിംബ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് വേദ അങ്ങ് ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വിജിയോട് പറയുന്നുണ്ട്, കർമ്മം തന്നെ കണ്ടില്ലേ, അവൾ ഇപ്പോഴും ഈ ബോധമില്ലാത്ത അവസ്ഥയിലും ഇങ്ങനെ അവനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, മോളല്ലേ, കൊച്ചു കുട്ടിയല്ലേ, അവളുടെ മനസ്സിലുള്ളതാണ് അവൾക്ക് ബോധമില്ലാത്ത സമയത്തും പുറത്തേക്ക് വരുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ തന്നെയാണ് വേദേ, വിക്രമിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചേച്ചി ഇത്, എന്താ വീള ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ വിജി പറയുന്നുണ്ട്, വേദേ നീ മിണ്ടാതിരിക്കേ, മോളോട് ദേഷ്യപ്പെടരുത്, അവൾക്ക് നന്നായി പനിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അവൾ അറിയാതെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നിങ്ങനെ സിംബ സിംബ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇതേ സമയം വിക്രമാണെങ്കിൽ വീട്ടിലെത്തിയതും രാത്രിയായതും എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുവാണ്. വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അല്ല സുഡർമോൾ വിളിച്ചില്ലല്ലോ, സുഡർമോൾ സിംബ സിംബ എന്നിങ്ങനെ വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്, എന്താ ഇങ്ങനെ തോന്നുന്നത്, മനസ്സിലെന്താ ഒരു വിഷമം പോലെ എന്നൊക്കെ ഇങ്ങനെ വിക്രം ചിന്തിക്കുന്നുണ്ട്. വിക്രം അങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് രാജേട്ടനും അനിൻകുട്ടനൊക്കെ കിടന്നുറങ്ങുന്നത് കാണുന്നത്. അപ്പോൾ വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞല്ലോ, ഇനി വിക്രം മോളെ കാണാനായി അങ്ങോട്ടേക്ക് ചെന്നാൽ മോളും ഉറങ്ങിക്കാണും, ഇനിയിപ്പോൾ മോളെ കാണാൻ എന്ത് ചെയ്യുമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൺമണി അങ്ങോട്ടേക്ക് വരുന്നത്. കൺമണി വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, വിക്രം നീ ഉറങ്ങിയില്ലേ? ഇത് കേട്ടതും വിക്രം തിരിച്ചു ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഉറങ്ങാത്തത്? അത് ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നതാ, ഒരനക്കം കേട്ടതും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം തൻ്റെ റൂമിലേക്ക് കയറി പോകുന്നു. കൺമണി ദേഷ്യത്തോടെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ അവന് ഉറക്കം വരാത്തതിന് നിനക്കെന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ഇരിക്കുന്നത്? അവർക്ക് ഉറക്കം വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ടെൻഷൻ. അവർ നാട്ടിലേക്ക് പോയത് തനിച്ചല്ല, വേദയും ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം മോള് പോലും ഇല്ലാതെ അവർ തനിച്ച് രണ്ടുപേരും ഒരേ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ടെൻഷൻ. അവർക്ക് ഉറക്കമില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, അവൾ അടുത്തില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഉടനെ തന്നെ വേദയ്ക്ക് വിളിക്കും, അപ്പോൾ ഞാൻ അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് കേട്ടിട്ട് വരാം, അച്ഛൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ കൺമണി മുകളിലെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. വിക്രം റൂമിലെത്തിയതും പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, മോളെ കാണണം എന്ന് മോളുടെ ഒരു ചിന്ത തന്നെയാണല്ലോ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിജയമ്മയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് വിക്രമിൻ്റെ മനസ്സിലേക്ക് വിജയമ്മ മോളോടൊപ്പം ഉറങ്ങി കാണുമല്ലോ, അപ്പോൾ അത് വേണ്ട, എന്തായാലും വേദയ്ക്ക് തന്നെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് വേദയ്ക്ക് വിളിക്കുകയാണ്. ഇതേ സമയം വിക്രമിൻ്റെ കോൾ വരുന്ന സമയത്ത് വേദയും വിജിയും ഉറങ്ങാതെ മോളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. മോളുടെ പനി കുറയുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് കോൾ കണ്ട് വേദ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ കൺമണി വിജി പറയുന്നുണ്ട്, വിക്രമിൻ്റെ കോളാണല്ലോ, പെട്ടെന്ന് എടുക്ക് വേദ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ദേ സമയം എത്രയായി എന്ന് നോക്ക് ചേച്ചി, ദേ അവന് കുറച്ചൊരു ഇടം കൊടുത്താലുണ്ടല്ലോ അവൻ തലയിൽ കയറിയിരുന്ന് ഇറങ്ങും, അതാണ് അവൻ്റെ സ്വഭാവം. ഇത്രയും നേരമായില്ലേ, അവൻ എന്തിനാണ് ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, വേദേ നീ ഫോൺ എടുക്ക് വേദേ പ്ലീസ് എന്ന് പറയുകയാണ്. അത് കേട്ടതും വേദ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിനക്കെന്താടാ അറിവില്ലടാ, നിന്റെ ഇഷ്ടത്തിന് ഏത് സമയത്തും കോൾ ചെയ്യാമെന്നാണോ വിചാരിക്കുന്നത്? നീ വിളിക്കുമ്പോൾ ഞാൻ എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ് വേദ. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, സോറി വേദേ, എനിക്കറിയാം ഈ നേരത്തെ വിളിക്കാൻ പാടില്ലെന്ന്, പക്ഷേ നിവൃത്തികേട് കൊണ്ട് വിളിച്ചതാണ്, ടെൻഷൻ കൊണ്ടാണ് ഞാൻ വിളിച്ചത്. കണ്ണൊക്കെ അടച്ച് കിടക്കുമ്പോഴൊക്കെ എനിക്ക് മോളുടെ ഓർമ്മ വരുന്നു, അവൾ എന്നോട് എന്തോ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കേട്ടതും വിശ്വസിക്കാനാവാതെ വേദിയും വിജിയും പരസ്പരം നോക്കുന്നുണ്ട്. മോള് അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ സമയം തന്നെ അവനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് വേദ ഇങ്ങനെ വിജിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. വേദ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, മുൻപ് നിനക്കെന്തെങ്കിലും ആപത്ത് വരുമ്പോഴാണ് എനിക്കിങ്ങനെ നിൻ്റെ സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നാറ്, ഇപ്പോൾ മോളുടെ സൗണ്ടാണ് എൻ്റെ ചെവിയിൽ കേൾക്കുന്നത്, അതുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ വിളിച്ചത്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വേദേ, അവൾ സുഖമായിട്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രം. ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരികയാണ്. വേദ പറയുന്നുണ്ട്, ദേ നീ എന്തിനാ ഈ നേരത്ത് വിളിച്ചത്? നിനക്കറിയില്ല ഈ നേരത്ത് വിളിക്കാൻ പാടില്ലെന്ന്, മോൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവളെ നോക്കാൻ എനിക്കറിയാം, നീ ഫോൺ കട്ടാക്കി പോ വിക്രം, ഈ നേരത്തെ വിളിക്കാൻ പാടില്ലെന്ന് നിനക്കറിയാമല്ലോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, സോറി വേദ, എനിക്കറിയാം ഈ നേരത്തെ വിളിക്കാൻ പാടില്ലെന്ന്, ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്, എന്തായാലും വീണ്ടും ഞാൻ സോറി പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
വിക്രം മനമില്ല മനസ്സോടുകൂടി വളരെ വിഷമത്തോടു കൂടി ഫോണ് കട്ടാക്കുകയാണ്. എന്നാൽ വിക്രമിൻ്റെയും വേദയുടെയും ഈ സംസാരമെല്ലാം കൺമണി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്.